ഇത് കണ്ടോ, പുതിയൊരു തരം കൃഷി. ഇത് പുതിയ കൃഷിയല്ല, ഇത് പഴയ കൃഷിയാണ്. എനിക്ക് തോന്നുന്നൊരു 100-150 വർഷം പഴക്കമുള്ള പനകളാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഏതാണ്ട് വെട്ടിത്തീർന്ന്. ഇവിടെ ഇവരിതിൻ്റെ ആദായം നന്നായിട്ട് എടുക്കുന്നുണ്ട്. പട്ട വെട്ടിയിട്ട് കുടിൽ നിർമ്മാണത്തിനും, അതുപോലെ പനം നൊങ്ക്, പിന്നെ പനം ചക്കരയൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ 300-400 രൂപ വിലയുള്ള സംഭവമാണ്. അപ്പോൾ ഇതും ഒരു കൃഷിയാണ്. ഇത് നല്ലൊരു ആദായപരമായ ഒരു കൃഷിയാണ്. നല്ലോണം എല്ലായിടത്തും ഫുൾ ഒരേ ലൈനാക്കിയിട്ടാണ് അവരിത് വെച്ചിട്ടുള്ളത്. പഴയ കാലത്ത് തന്നെ അവർ ഇങ്ങനത്തെ പ്ലാനിൽ വെച്ചിട്ട് ഇന്നത്തെ കാലത്ത് ഒരു പനന്നൊങ്ക് കിട്ടണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു 50 രൂപ കൊടുക്കാതെ ഒരു പനന്നൊങ്ക് കിട്ടാറില്ല. ഒരു പനയിൽ തന്നെ ഏതാണ്ട് ഒരു ഏറ്റവും ചുരുങ്ങിയ വർഷം ഒരു 200 പനന്നൊങ്കയിലും ഒരു പനയിൽ ഏറ്റവും ചുരുങ്ങിയതൊരു വർഷം കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്കൂട്ടിയേക്കാണെങ്കിൽ ഒരു പനയുടെ വരുമാനം ഇതും ഒരു കൃഷിയായിട്ട് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇതിലിപ്പോൾ നമ്മളൊരു തരിശായിട്ട് കിടക്കുന്ന ഭൂമി, വെള്ളം കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സ്ഥലത്ത് നമുക്കിത് പ്ലാന്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലേ ഒരു 5-6 വർഷം കൊണ്ട് പനന്നൊങ്കാക്കിയിട്ട് തന്നെ വിറ്റ് പോകും. ഇനിയുള്ള കാലത്തൊക്കെ പനന്നൊങ്ക് റോഡ് സൈഡിൽ ഇനി 50-100 ആയാലും ആളുകൾ മേടിക്കും. കാരണം കിട്ടാത്തൊരു സംഭവമല്ല. കിട്ടാത്ത സംഭവത്തിന് എപ്പോഴും വില കൂടിയിട്ട് തന്നെ വരുള്ളൂ. ഒരു പരിചരണം കൊടുക്കണ്ട, ഒരു അടിവളം ഒന്നും കൊടുക്കണ്ട, അവരുടെ ഇഷ്ടത്തിന് അങ്ങനെ വളർന്നു പോകുന്ന കൃഷിയാണ്. ഇത് ഫുള്ളായിട്ടുണ്ട്, വലിയ തോട്ടാണ്, ആയിരക്കണക്കിന് പനകളാണ്. ചില പനകളൊക്കെ ഇതാ പൊട്ടി വീണിട്ടുണ്ട്. അതിൻ്റെ ഉടമസ്ഥനെന്ന് കാണുമെന്ന് നോക്കുന്നുണ്ട്. ഉടമസ്ഥനെ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞുതരാൻ സാധിക്കുന്നുണ്ടാവും. അന്വേഷിക്കുന്നുണ്ട്. ഉടമസ്ഥനെ കിട്ടുകയെന്നുണ്ടെങ്കിലേ അതുകൂടി ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാം. ഇത് കാണേണ്ട ഒരു കാഴ്ച കേട്ടോ. നമുക്കൊരു കൗതുകം തോന്നുന്ന ഒരു കാഴ്ചയാണ്. നമ്മളെ നാട്ടിലെ തെങ്ങും തോപ്പ് പോലെ, തെങ്ങും തോപ്പിൻ്റെ അതേപോലെ അല്ല ഇത്. ഒരു എനിക്ക് തോന്നുന്നൊരു 8 അടി അകലേ ഉണ്ടാവുള്ളൂ. 8 അടി അകലത്തിൽ, അല്ലെങ്കിൽ 10 അടി അകലം, ഈ അകലത്തിലാണ് ഇതൊക്കെ പ്ലാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് കാണാൻ തന്നെ ഒരു രസമാണ്, നല്ല കാറ്റും. ഇത് തമിഴ്നാട് തിരുനെൽവേലി അടുത്താട്ടോ. തിരുനെൽവേലിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ, 10-15 കിലോമീറ്റർ ഉണ്ടാവും. കാണേണ്ട കാഴ്ച തന്നെ.